പൈസ നമ്മൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പോവാണ് കേട്ടോ. ഇവന്മാരെല്ലാം ഊമ്പിക്കരായി. ഇവന്മാർക്ക് 200 രൂപ കൂടെ GST കൊടുക്കണമെന്ന്. ഇങ്ങനെ ഞാൻ അവിടുന്ന് സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ പറഞ്ഞ് തരത്തില്ല. പറഞ്ഞ പൈസ തന്നു. നോ മണി, ഐ ഹാവ് ഓൺലി 200 rupees ടു ഗോ ഇൻ കേരള. ഇനി എൻ്റെ 200 രൂപ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു വിട്ടു കേട്ടാ. ഇനി നമ്മളിവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. ഇനി എനിക്കൊരു പ്രീപെയ്ഡ് സിം എടുക്കണം. അവിടെ നമുക്ക് പ്രീപെയ്ഡ് സിമ്മേ റേഞ്ച് കിട്ടും. ഗായ്സ്, ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു പ്രീപെയ്ഡ് സിം എടുക്കാൻ വേണ്ടി ഒരു മൊബൈൽ ഷോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മളാണെങ്കിൽ 6:30 റെഡ് ബസ് ബുക്ക് ചെയ്തേക്കുവാണ്. റെഡ് ബസ് ബുക്ക് ചെയ്ത് നമ്മളിനി ഇവിടെയൊക്കെ ഒന്ന് കറങ്ങണം. 6 മണിയാണ്. ഇപ്പോൾ ഏകദേശം 10-10:30 ആയതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പം ഇന്ത്യ ഗേറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ത്യ ഗേറ്റും റെഡ് ഫോർട്ടൊക്കെ. ഇവിടെ ഫുള്ള് റാപ്പിഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബൈക്കിൽ ഇറങ്ങാം. ഊബർ ഉണ്ട്, എല്ലാ തരവും ഉണ്ട്. പിന്നെ ഫുള്ള് ഓൺലൈനിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വെറുതെ വേറെ ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ട്രാവൽ ഏജൻസിക്കോ അങ്ങനെ ബുക്ക് ചെയ്യുന്നതിനൊന്നും. ഓക്കെ, റെഡ് ബസ്സാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ബുക്ക് ചെയ്യുക, നേരെ കുളു ചെന്നിറങ്ങുക. പിന്നെ കുളുവെന്ന് പിന്നെ നമുക്ക് വായിന്നാവുകൊണ്ടെങ്കിൽ എവിടെയും ജീവിക്കാൻ കഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഹിന്ദിയൊന്നും അത്രയും നോനെയൊന്നും അറിയത്തില്ല. പക്ഷേ ആൾക്കാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയും മാത്രമേ എനിക്കറിയാവൂ. ഞാനിങ്ങനെ നടക്കും കേട്ടോ. മെട്രോ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പം ഫസ്റ്റ് ഇവിടെ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് എത്തും. അപ്പം അങ്ങോട്ട് പോവാണ് കേട്ടോ ഗൈസ്. 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ഇല്ലയോ, അതിൻ്റെ പരിപാടികളാണ്. ഇവിടെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെയാണ് നടന്നത്. ട്രെയിനൊക്കെ പറപ്പിച്ചിട്ടുണ്ട് എയർഫോഴ്സുകാരുടെ. സാറാണ് പറഞ്ഞത് കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടാണ് ഗൈസ് പരിപാടി നടക്കുന്നത്, റിപ്പബ്ലിക് ഡേ കേട്ടോ. മിണ്ടൻ്റെ ഇടയ്ക്കൊരു സാധനം പോകുന്നുണ്ട് ഗൈസ്. പടപ്പ് സാധനങ്ങൾ കേട്ടാ. എയർഫോഴ്സുകാരുടെ സംഭവമാണ് കേട്ടോ. യുദ്ധവിമാനമാണ് പോകേണ്ട. പലതും തിരിഞ്ഞും ഒക്കെ പോകണം കേട്ടോ. എന്തോ പരിപാടി കിടക്കും. ഞാൻ വന്ന സമയം തന്നെ കേട്ടോ. നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ്. ഇതിലെ കൂടെ നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഗൈസ്, ഇന്ത്യ ഗേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ദിസ് ഈസ് ഇന്ത്യ ഗേറ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല, നോട്ട് എൻട്രി ആണ്. അവിടാണ് രാജ്ഭവൻ. തിരക്കാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളും എടുക്കുകയാണ്. നമുക്ക് ഇവിടെ കിടന്ന് കറങ്ങാൻ പറ്റൂല. ഫുള്ള് മിലിറ്ററിയുടെ കടയാണ് കേട്ടോ. ആർമി, എയർഫോഴ്സ്. പരിപാടി കഴിഞ്ഞു കേട്ടോ ഗൈസ്. രാവിലെ ആയിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റൊക്കെ കണ്ടു. ഇന്ത്യ ഗേറ്റിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, നമുക്ക് എൻട്രൻസ് ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾക്ക് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് കേട്ടോ. റിപ്പബ്ലിക് ഡേയുടെ റിഹേഴ്സൽ നടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് 6-6:30 ആകുമ്പോൾ നമുക്ക് കാശ്മീരി അങ്ങോട്ട് ഗേറ്റിൽ അങ്ങോട്ട് പോകണം. അവിടെയാണ് നമ്മൾ. അപ്പോൾ ഇന്ത്യ ഗേറ്റിലെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഗൈസ്, കണ്ണാടി വെച്ചേക്കുന്നത് ഇവിടെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. കണ്ണ് ഭയങ്കരമായിട്ട് ഇതാവുന്നു, അതുകൊണ്ടാണ്. നമ്മുടെ ഡ്രോപ്പിംഗ് പോയിന്റിൽ എന്തായാലും നമ്മൾ ചെന്നിട്ട് നമുക്ക് ബാക്കി അവിടെയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ റെഡ് ഫോർട്ടും എന്ത് പറയണ്ടേ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ.
ഗൈസ് ഇതാണ് അപ്പോൾ കാശ്മീരി ഗേറ്റ് കേട്ടോ. ഇവിടാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ്. ഇവിടെ ഒരു 6-6:30 ആകുമ്പോൾ വണ്ടി വരും കേട്ടോ. സ്ലീപ്പറാണ് എടുത്തേക്കുന്നത്. നാളെ രാവിലെയൊക്കെ ആകുമ്പോഴേ എത്തൂ. ഗൈസ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബസ് ഇപ്പോൾ ഒരു 5 മണിയായി. 6:40, 6:30, 6:40 ആകുമ്പോഴേ ബസ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വന്ന് നിർത്തും. ഗൈസ് മണാലി പോകുന്ന ബസ് കേട്ടോ. കൊള്ളാം. വിൻഡോ സീറ്റാണ്. ബസ്സൊക്കെ ഓക്കെയാണ്. നമുക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്. നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാം കേട്ടോ. നമ്മളെ രാവിലെ ഏകദേശം 6 മണി 9 മണിയൊക്കെ ആകുമ്പോൾ എത്തും. പിന്നെ എൻ്റെ അടുത്ത് ആരും ഇല്ല, സീനൊന്നും ഇല്ല എന്നോ. ഞാൻ സിംഗിളായിട്ട് തന്നെ നമ്മളെപ്പോഴും പോയാലും എലോണ്ടാണ് ക്ലോസിംഗില്ല. ഓക്കെ. പിന്നെ ഇന്ന് ബസ്സിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇനി ഗായ്സ് അവിടെ ചെന്ന് കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും. അവിടെ ആണെങ്കിൽ -10 ആണെന്നാണ് പറയുന്നത്. അയ്യോ. പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്നോ വീഴുന്ന സ്ഥലത്തും ഐസ് വീഴുന്ന സ്ഥലത്തും നമുക്ക് ക്യാമ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ ടെൻറ്റും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ടെൻറ്റൊക്കെ എൻ്റെ കൂട്ടുകാരന്മാർ നേരത്തെ പോയപ്പോൾ ഉള്ള ടെൻറ്റ്, ഗ്യാസ് സ്റ്റൗ, പിന്നെ എനിക്ക് ഗ്യാസ് വാങ്ങാൻ പറ്റിയിട്ടില്ല. ഗ്യാസ് ഞാൻ ഈ സിറ്റി ഫുള്ള് തപ്പിയ ഗ്യാസ് സ്റ്റൗസ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സ്ലീപ്പിംഗ് ബാഗൊന്നും ഇല്ല കഴിച്ച്. ആൾപ്പാടെ ഈ ജാക്കറ്റും പിന്നെ കുറച്ച് ഡ്രസ്സും വെച്ചിട്ട് വേണം ഞാൻ അവിടെ പൊരുതി ജീവിക്കാം. ഓക്കെ. അപ്പം ഇതിപ്പം ഡേ 21 ആണ്. 21-ാം തീയതിയാണ്. ഓക്കെ. The mountains are calling. It's must go. ഭയങ്കര തണുപ്പ് guys. Now this guys. നൈസ് ബസ്സാണ് കേട്ടോ. പടക്കൻ ഡ്രൈവറുമാണ്. വെച്ച് കത്തിക്കുമായിരുന്നു. ഇവിടെ ഏതൊരു ദാതയിലും കൊണ്ട് നിർത്തിയേക്കുവാണ് വീട്ടിൽ. ഇതൊക്കെ നമ്മുടെ ഡൽഹിയിൽ കിട്ടിയ കമ്പനിക്കാരാട്ടോ. നമ്മുടെ ഇവിടെ തന്നെ അവർ മണാലി വരും കേട്ടോ. ഇത് എല്ലാവരും നമ്മുടെ ചങ്കുകളായി കഴിച്ചു. അവിടെ കുറച്ച് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര കമ്പനിയായി. ഈ നിൽക്കുന്ന ഇവനാണെങ്കിൽ ഇവന്മാരെല്ലാം അവിടെ ബിസിനസ്സാണ് കേട്ടോ. ഇവന്മാരുടെ അച്ഛന്മാർ ഫാദറിനൊക്കെ ഫുള്ള് ബിസിനസ്സാണ്. അവന്മാർ ഫുള്ള് ടെക്സ്റ്റൈൽസും തുണിക്കടയും ഇത് കണക്കത്തെ കുറേ ഹോട്ടൽസും ഒക്കെയാണ് കേട്ടോ. ഡൽഹിയിലാണ് കേട്ടോ. അടുത്ത വട്ടം തിരിച്ചു പോകാൻ നേരം അവൻ്റെ വീട്ടിലൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ എൻ്റെ വായിൽ നിന്നൊക്കെ പുക പോന്ന് തുടങ്ങി. ഭയങ്കര തണുപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പയ്യന്മാർ. വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ മണാലിയിലെത്തി. ഏകദേശം ഒരു രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി കേട്ടോ. 6-6:30 ആയപ്പോൾ. ഇത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ, ഇനി എങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഓപ്പോസിറ്റ് ഒരു കടയിൽ ഞാനിങ്ങനെ ഇരിക്കുവാണ്. ഒരു ചായ പിടിച്ചിട്ട് നീങ്ങാന്ന് വിചാരിച്ച് ഗൈസ് ഇനി ഇങ്ങോട്ട്. ഗൈസ് ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് കടയിൽ ഞാൻ ചായ പിടിക്കും. എൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ ഗൈസ്.
ഓൾഡ് മക്കും കാര്യങ്ങളൊക്കെ നിരന്നിരിക്കുന്നു കേട്ടോ എൻ്റെ അകത്ത്. ഇവിടെ ആൾക്കാർ കള്ളിന് ഭയങ്കര വിലയാണ്, ഡിമാൻഡാണ് ഇവിടെ. കള്ളിനാണ് ഇപ്പോൾ ഡിമാൻഡ്. കണ്ടോ ഗൈസ്, മലനിരക്കിൽ സ്നോ നിറഞ്ഞു കിടക്കുന്നത്. ഇവിടെ സ്നോ ഒന്നും ഇല്ല, എന്തായാലും അങ്ങോട്ട് നോക്കൂ, ഫുള്ള് സ്നോയും കാര്യങ്ങളുമാണ് കേട്ടോ. ഗൈസ് തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാതിരി ലെവൽ. ഒരു ഗ്ലൗസും കൂടെ മേടിക്കണമായിരുന്നു ഗൈസ്, കൈയൊക്കെ മരവിച്ച് തുടങ്ങി കേട്ടോ ഗൈസ്. എൻ്റെ കൂട്ടുകാരെ റോഷൻ. അപ്പോൾ ഗൈസ് ഇനി മണാലി ഹിമാചൽ പ്രദേശിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് സപ്പോർട്ട് ചെയ്യുക. ഒടുക്കത്തെ തണുപ്പാട് കേട്ടോ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ ഗൈസ്. ഇനി എങ്ങോട്ട് പോകണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഗൈസ് അടുത്തൊരു മണാലി വീഡിയോ ആയിട്ട് വരുന്നതേ ഗൈസ്. ബൈ ബൈ.